അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ US യാത്രയുടെ 2ാം ദിനം. ഇന്നലെ 1ാം ദിനം എന്ന് വെച്ചാൽ ഒരു 1.5 ദിനമായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല ലോകത്താരും അല്ലേ ഒരു ദിവസം കൊണ്ട് ഇത്രയും ന്യൂയോർക്ക് കവർ ചെയ്തിട്ടുണ്ടാവുമെന്ന്. ഞങ്ങൾ അമ്മാതിരി പരിപാടിയായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടൊരു ഓട്ടമാണല്ലോ നമ്മൾ. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ ഓപ്റ്റിമം ടൈം എല്ലായിടത്തും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാനും പറ്റി. ഇന്ന് നമ്മൾ മറ്റേ വൺ ട്രേഡ് സെന്ററിലൊക്കെ എന്തുമാത്രം സമയമൊന്നും അല്ലേ? അവിടെയൊക്കെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ട അടുത്ത് ആവശ്യത്തിന് സമയം സ്പെൻഡ് ചെയ്ത് എല്ലാം അടിപൊളിയായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇന്നലെ ഡേ 1 കഴിഞ്ഞു. ഇതൊക്കെ ആരുടെ പ്ലാനാ? എൻ്റെയോ? അല്ല, ChatGPT പ്ലാനാണ്. ChatGPT ഒരു പ്ലാൻ പറഞ്ഞ പിന്നെ അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് രസമായിട്ടാണ് അവർ പ്ലാൻ ചെയ്ത് തന്നത്. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ ഇന്ന് നമ്മൾ 2ാം ദിവസം സെയിം പ്ലാൻ. ഇന്നലെ ഇറങ്ങി അതേ സമയം 7:50 ഇവിടെ നിന്ന് ഇറങ്ങുന്നു. 8:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് 8:24 അവിടെ എത്തും. 8:30ക്കാണ് നമ്മൾ പാർക്കിംഗ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 8:30 ആകുമ്പോൾ പാർക്ക് ചെയ്യുന്നു. ഇന്ന് ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വണ്ടി കൊണ്ടിട്ടിട്ട് ആദ്യം ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് നമുക്കൊരു സെൻട്രൽ പാർക്കിൽ നിന്നാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്ന് വലിയ പരിപാടികളില്ല സത്യം പറഞ്ഞാൽ. ഇന്ന് ഒരു സ്ലോ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1-2 ഐറ്റംസ് ഒക്കെ കൂടെ കുത്തി കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോകാന്നുള്ളതാണ്. അപ്പോൾ അളിയ റെഡി അല്ലേ? ആർ യു റെഡി? ലെറ്റ്സ് ഗോ. അപ്പം ബാക്കി വിശേഷം വഴിയെ കാണിച്ചു തരാം. ഞങ്ങൾ ഈ സ്ഥലത്ത് കൊണ്ട് കാറ് പാർക്ക് ചെയ്ത് ഇതേ വരുന്ന വണ്ടി, നമ്മുടെ പാർക്ക് ചെയ്ത വണ്ടി വരുന്ന വരവുണ്ടോ? ആളെയും പൊടി വണ്ടി ഓടി പോകണുണ്ട്. വണ്ടി കിട്ടുന്ന ഷോ. അങ്ങനെ ഞങ്ങൾ ആദ്യം എവിടെയാണ്? സെൻട്രൽ പാർക്ക് അല്ലേ? സെൻട്രൽ പാർക്ക് അവിടെ നിന്ന് പോയിട്ട് റൈറ്റ് എടുക്കാനാണ് പറയുന്നത്. എല്ലാ ChatGPT ആണ് ഞങ്ങൾക്ക് റൂട്ടും പരിപാടി എല്ലാം പ്ലാൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഇപ്പോൾ 190 സ്റ്റെപ്സ് ആയിട്ടേ ഉള്ളൂ. നോക്കിയോ, ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ മിനിമം ഒരു 20,000 സ്റ്റെപ്സ് ഒക്കെ അടിക്കുമോ അല്ലേ? എന്താണെങ്കിലും നമുക്ക് നോക്കാം കേട്ടോ. പോകുന്ന വഴിക്ക് അടുത്ത പരിപാടിയിൽ കാണിച്ചു തരാം. ആകെ സംബന്ധം നമ്മളിങ്ങനെ നടക്കുമായിരുന്നേ. അപ്പോൾ അവിടെ കണ്ടോ ഒരു പുക, റോഡിൻ്റെ അടിയിൽ നിന്നും മുകളിലോട്ട് പുക വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കുറേ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്ന കുറേ സൈറ്റ്സൊക്കെയാണ്. ഞാൻ ആ പുക കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, ഭയങ്കര പുക റോഡിൻ്റെ അടിയിൽ. ഇതെന്താണ് പണ്ടാരം എന്നുള്ളതൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. ഇതെന്തുകൊണ്ട് പുക വരുന്നു, ആരാണ് ഈ പുക തുറന്നു വിടുന്നത്, ഇതെല്ലാം അറിയണം. നമുക്കൊരു ധാരണയില്ല. ഇതിങ്ങനെ ഇന്നലെയും കണ്ടില്ലേ, ഇന്നലെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുക വരും. പക്ഷെ ഇത് ഭയങ്കരം. അവിടെ താഴെ എന്തോ ഹോമം എന്തോ നടക്കുന്നു. എന്തോ കാര്യമായി നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ പാർക്കിലെത്തിയിട്ടുണ്ട്. ഇതാണ് സെൻട്രൽ പാർക്ക്. ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കണ്ടോ, ഞാൻ എപ്പോഴും പറയില്ല അളിയാ, നമ്മൾ ഭക്ഷണം തേടി പോയില്ലെങ്കിൽ ഭക്ഷണം നമ്മളെ തേടി വരും. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചാലോ? ഇപ്പൊ കഴിച്ചാ പിന്നെ നടന്നിട്ടൊന്നും കഴിക്കണ്ട. നടന്നിട്ട് വന്ന് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതായിട്ട് മനസ്സിലല്ലേ. എനിക്കാണെങ്കിൽ ഭക്ഷണമാണ് വേണ്ടത്. ഇവനാണെങ്കിൽ ഭക്ഷണമേ വേണ്ട. എങ്ങനെ ശരിയാവും? അടിയൻ്റെ ഓരോ കാര്യം. ഞങ്ങളപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി നടക്കാം. ഇന്നലെ എനിക്ക് മറ്റേ കബാബ് ഉറപ്പിക്കാത്ത വെച്ച് തന്നില്ലേ? ആണോ? ഈശ്വരാ. മീറ്റിക്കകത്ത് ഈ വെജിറ്റബിൾസും പിന്നെ ആ ചിക്കൻ ഈ കബാബിൻ്റെ അതേ പീസ് തന്നെ ആയിരിക്കും അത് വെച്ചത്. ഓക്കെ, ലെറ്റ്സ് സീ. ഇന്നലെ ഞാൻ ഫില്ലി ചീസ് സ്റ്റീക്കാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് മാറ്റി ചിക്കൻ ഗൈറോ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവിടുത്തെ കടയിൽ നിൽക്കുന്ന അപ്പച്ചൻ്റെയും കൂടെ സജഷനായിരുന്നു. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഫില്ലി ചീസ് സ്റ്റീക്കിനെ കടന്നാക്രമിക്കുന്ന കാവാലികൻ. ചെറിയ ക്വാണ്ടിറ്റി അളിയാ. ഏതാണ്ട് ഇതുവരെ ഉണ്ടാവും കേട്ടോ. ഇനി ഉച്ച വരെ അളിയനൊന്നും വേണ്ട, എനിക്ക് ചിലപ്പോൾ വല്ലതും വേണ്ടി വരും കേട്ടോ. ഗൈസ്, ഇതാണ് എൻ്റെ ചിക്കൻ ജൈറോ. ഞങ്ങളപ്പം ഇരുന്ന് കഴിക്കട്ടെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ നല്ല ജങ്ക് അടിച്ച് കയറ്റിയിട്ടുണ്ട്. കണ്ടോ, കോഴിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പോലെ നടക്കുന്നത്. അപ്പോൾ ഇത് സംഗതി പാർക്കാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാവരും ഭയങ്കര ഹെൽത്തി ആൾക്കാരാണല്ലോ വരുന്നത്. ഓട്ടക്കാർ, സൈക്ലിസ്റ്റ്, ഇതേ കണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ ഓട്ടത്തിനൊന്നും ഒരു പഞ്ഞമില്ല. അപ്പോൾ അവർ വന്ന് കാണുന്നത് നമ്മളിരുന്ന് ഈ ജങ്കായിട്ട് അടിച്ച് കയറ്റുന്ന അവന്മാരിയായിരിക്കും ഈ വൃത്തികെട്ടവന്മാരെ കൊണ്ട്
അപ്പോൾ ഒരു വിരോധാഭാസം, ഒരു സൈഡിൽ നല്ല ജങ്ക് ഫുഡും ഒരു സൈഡിൽ ഹെൽത്തി ലിവിങ്ങും. നമ്മളിതിൻ്റെ ആൾക്കാരാണെന്ന് അവർക്ക് അറിയില്ലല്ലോ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് പാർക്ക്. അപ്പോൾ ഒരു റൗണ്ട് നടന്നിട്ട് ഞങ്ങൾ അടുത്ത പരിപാടിക്ക് പോകും. എടാ കുതിര വണ്ടി. ഓ ബാക്കിലെ കുതിര നല്ല ഒന്നാം തരം കുതിരയാണല്ലോ. അപ്പം ആൾക്കാർ ഇങ്ങനെ ഓട്ടമാണ് പരിപാടി. ഓട്ടവും സൈക്ലിങ്ങും ആണ് ഇവിടുത്തെ പ്രധാന പരിപാടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഒന്ന് നോക്കട്ടെ എന്താ പരിപാടി. ഞങ്ങൾ ഈ പാർക്കിൻ്റെ ഇതാണ് വാക്ക് വേസ് ഉണ്ട്, അതെടുക്കാതെ നമ്മൾ ഈ അകത്തൂടെ നടുക്കൂടെ കയറിപ്പോയി എന്താണ് ഇതിൻ്റെ അകത്തുള്ളത് നോക്കാമെന്ന് വിചാരിച്ചത്. നല്ല രസമാണ്. ഒരപ്പച്ചൻ കിടന്ന് സുഖം ഉറക്കാം. നമുക്ക് ഇതിങ്ങോട്ട് പോകണോ ഇതെങ്ങോട്ട് പോകണോ? അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലേ, അങ്ങോട്ട് പോകണം. ആണല്ലേ? അതെ, അർജുൻ പറയുന്നത് ഈ ബ്രിഡ്ജും ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയണേ. അതിൻ്റെ അടിയിൽ അവിടെ നിന്ന് കുറേ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. ഹോമലോണൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അർജുൻ്റെ വാദം. വരൂ നമുക്ക് നടക്കാം. നമ്മൾ നടന്ന് ഒരു തടി ബ്രിഡ്ജാണ്, വെള്ളമൊന്നുമില്ലല്ലേ? ഇത് മറ്റേ ബ്രിഡ്ജാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊരു പാറപ്പുറം. ഈ പാറപ്പുറത്തുനിന്ന് ഞങ്ങൾ ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടക്കുമായിരിക്കും അല്ലേടാ? അങ്ങോട്ട് പോകാം അല്ലേ? അതോ ഇങ്ങോട്ട് പോകണോ? വിച്ച് വേ? പാറയുടെ പുറകെ എന്താണെന്ന് നോക്കി. ശരി വാ, പാറയുടെ പുറകെ എന്താണെന്ന് നോക്കട്ടെ. കണ്ടോ ഗൈസ്, ഇത്രയും ബിൽഡിങ്ങുകളുടെ ഇടയിൽ, ഇത്രയും ബിസിനസ്സുകൾ പ്രോസ്പർ ചെയ്യുന്ന ഒരു സ്ഥലത്തിൻ്റെ ഇടയിൽ ഇത്രയും മനോഹരമായിട്ടൊരു പാർക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അടിപൊളിയല്ലേ? നമുക്ക് പാർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. എത്ര കൊച്ചുണ്ടാക്കുകൾ കളിക്കുന്നുണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ വിടർന്ന് പന്തലിച്ച് കിടക്കുക. അവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. നമുക്കിടാ അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? അവിടെ ആ ഗ്രൗണ്ടിൽ കുറച്ച് കളിയൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ് അവിടെ ഇവിടെ ബേസ്ബോൾ പ്രാക്ടീസ്, അവിടെ റഗ്ബി പ്രാക്ടീസ് ഒക്കെ നടക്കുക. നോക്കടാ, അവൻ്റെ എറിയ നോക്കടാ. ഓ മിസ്സായി. എന്ത് രസമുണ്ടല്ലേ? അത് ഈ ഒരു ഇതിൻ്റെ ഇടയിൽ ഇവന്മാർക്ക് ഇത്രയും സ്പേസ് ഇതിനു വേണ്ടി മാറ്റി വെച്ചു എന്ന് പറയുന്നത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും കേട്ടോ. ഇത് ഈ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും കാണുമ്പോൾ ഉണ്ടാവും. ഇത് അവരത് കളയാണ്ട് ആ സ്പേസും കൂടെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഇതിൻ്റെ അത് നടക്കാൻ. അതിൻ്റേതായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോളിബോളിനുള്ള സ്പേസ് ഉണ്ട്. ഇതൊക്കെ വലിയ ഗ്രൗണ്ടാണ്. എനിക്കിതൊക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഗൈസ് അങ്ങനെ നിങ്ങൾ നടന്ന് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബെത്തസ്ഡ ടെറസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ബീത്തോവൻ്റെ സ്റ്റാച്യു ആണ്. ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതാണ് പരിപാടി. അവിടെ എന്തോ വൻ സംഭവം നടക്കുകയാണ്. ആൾക്കാരുടെ യോഗയോ എയറോബിക്സോ യോഗ അല്ലെന്ന് തോന്നുന്നു. നേരത്തെ പോസ് കണ്ടപ്പോൾ യോഗ പോലെ തോന്നിയായിരുന്നു. ഇത് വേറെന്തോ പരിപാടിയാണ്. ഇതാണ് ബെത്തസ്ഡ ടെറസ്. എങ്ങനെയുണ്ട്? രസമല്ലേ? നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയി. ഇതാണ് ബെത്തസ്ഡ ടെറസ് എന്നാണ് തോന്നുന്നത് കേട്ടോ. താഴോട്ട് പോയി നോക്കാം. അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. പോയി നോക്കിയാലോടാ. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. നമ്മൾ പോയി നോക്കാം. നിങ്ങളതിൻ്റെ അകത്തോട്ട് ഇറങ്ങി നോക്കുകയാണ് എന്താ പരിപാടി അറിയാനായിട്ട്. വാ, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വൈബാണല്ലോ. ഇതൊരുമാതിരി രാജസ്ഥാനിലൊക്കെ പോയ അവസ്ഥയാണ്. എന്തോ പരിപാടി നടക്കണം കേട്ടോ. ചെറിയ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഉഷാർ പരിപാടിയാണ്. സൺഡേ മോർണിംഗ് ഒരു ആഘോഷമൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഫൗണ്ടൻ ഉള്ളത്. നല്ല രസമല്ലേ ഗീസ്? ഇന്നത്തെ മുഴുവൻ കാഴ്ചകളും ഇങ്ങനെയുള്ള കുറച്ച് നൈസ് സാധനങ്ങളായിരിക്കും. നമ്മുടെ
വിൽ ടേക്ക് ഡേ 2 വെരി സ്ലോ. ഇതൊരു പീസ്ഫുൾ സ്ലോ. ഓ അപ്പുറത്തൊരു ചെറിയ എടാ അപ്പുറത്ത് ഒരു ഇതുണ്ട്. ലേക്കുണ്ട്. അതാ അങ്ങോട്ടും കൂടെ പോയി നോക്കാം. ഈ വ്യൂ കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഇതൊരു സിറ്റിയുടെ ഒത്ത നടക്കുള്ള വ്യൂ ആണെന്ന്. നോക്കിക്കോളൂ. എടാ ഇതൊരു സിറ്റിയുടെ ഒത്ത നടുക്കുള്ള വ്യൂ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോളിയോ? എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു അമേരിക്കൻ ആമയെ കാണാം. കണ്ടോ? ഇങ്ങോട്ടാ വരണേ. നമ്മൾ നോക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മളെ ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുമെന്ന് ഞാൻ കാണാമായിരിക്കും. അതിന് മനസ്സിലായി ഇവന്മാർ 10 പൈസ നോക്കി ഒരു സാധനം മേടിച്ചിരുന്നു. അതെ. GPT അടുത്തതായി പറഞ്ഞത് അതിൻ്റെ 150 മീറ്റർ അകലത്തിൽ ഒരു ബോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന്. ഞങ്ങൾ ബോ ബ്രിഡ്ജ് അന്വേഷിച്ചു വന്നപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബോ ബ്രിഡ്ജ്. എന്ത് രസമായിട്ടാണ് അവർ പണിച്ചിരിക്കണമെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ മുടിഞ്ഞ ബിസിനസ്സസ്, ഒരു സൈഡിൽ മുടിഞ്ഞ പ്രകൃതി. സോ ബ്യൂട്ടിഫുൾ, പറയാതിരിക്കാൻ വയ്യ. ഈ ബ്രിഡ്ജും ഭയങ്കര ഐക്കോണിക് ആണല്ലേ? ഒരുപാട് ഓക്കെ. ഇതൊരു ഐക്കോണിക് ബ്രിഡ്ജ് എന്നാണ് ഇതും പറയണത്. ഒരുപാട് ഷൂട്ടിങ് പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയണേ. നോക്കട്ടെ എന്താണതിൽ രസകരമായിട്ടുള്ളതെന്ന്. വലിയ സംഭവമൊന്നുമില്ലല്ലേ, ഒരു ബോ പോലെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. വില്ല് അല്ലേ? വില്ല് പോലെ ഇരിക്കുന്ന ബ്രിഡ്ജ്. ബോ ബ്രിഡ്ജ്. പാമ്പുണ്ടോ? അമേരിക്കയിൽ പാമ്പുണ്ടല്ലോ. ഇനി അമേരിക്കയിൽ വന്നിട്ട് ട്രെക്കിംഗ് ചെയ്തില്ലെന്ന് വേണ്ട. ട്രെക്കിംഗ് എന്നൊന്നും പറയാനില്ല. ഇവിടെ കണ്ടപ്പോൾ ഒരു ചെറിയ അല്ല, വയനാടല്ല ഗൈസ്, ശരിക്കും ന്യൂയോർക്കാണ്. അങ്ങനെ ഇത് കാണാനാണ് നമ്മളിവിടെ വരെ എത്തിയത്. എന്ന് പറയുന്നത് സ്ട്രോബെറി ഫീൽഡ്സ് ആണ്. ഇതിലേതാണ് സ്ട്രോബെറി? സ്ട്രോബെറി ഫീൽഡ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഓഡിയോ ഗൈഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് സ്ട്രോബെറി ഉണ്ടാവുമെന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്കൊന്ന് കയറി നടന്ന് കണ്ടു നോക്കാം. സ്ട്രോബെറി എങ്ങാനും ഉണ്ടെങ്കിലും ഇല്ലേ? ഉണ്ടോ നോക്കാം. ഇവിടെ ഒരു ചെറിയ സംഗീത പരിപാടി നടക്കുന്നുണ്ട്. അല്ല, സംഗീത പരിപാടി ഒന്ന്. You'll never know how much I really love you. You'll never know how much I really care. Listen, do you want to know a secret? എടാ പുറത്തിറങ്ങിയടാ. സ്ട്രോബെറി കണ്ടില്ല ഗൈസ്. സീസൺ അല്ലായിരിക്കും. ശരി, വിന്ററിലൊക്കെ വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ സെൻട്രൽ പാർക്ക് അംഗം ഇത് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിനി അടുത്ത പരിപാടിയിലോട്ട് പോവാണ്. ഞങ്ങളിങ്ങനെ സെൻട്രൽ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അമേരിക്കൻ ജംഗ്ഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കണ്ടോ? കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to Miami. ഇതാണ് ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് അടുത്ത് നമുക്ക് 30 മിനിറ്റ് നടന്നു വേണം റോക്ക് ഫെല്ലറിൽ പോകാനായിട്ട്. അപ്പോഴേക്ക് വിചാരിച്ചു ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അതൊക്കെ ഇന്നൊന്നും ചെയ്യാനില്ലല്ലോ, നമുക്ക് അതൊക്കെ സമയമെടുത്ത് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെ കഴിച്ച് ഞങ്ങൾക്ക് റോക്ക് ഫെല്ലറിലോട്ട്, റോക്ക് ഫെല്ലറല്ലേ നമ്മൾ പോകണം? റോക്ക് ഫെല്ലറിലോട്ട് 2.5 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 1 കിലോമീറ്ററോളം പാർക്കിൻ്റെ അകത്തോടെ തന്നെ. ഇത് വേറെ സൈഡ് ഓഫ് പാർക്കാണ് കേട്ടോ. ഈ പാർക്ക് ഒരു അണ്ടകടാകമാണ്. അതായത് നമ്മൾ വന്നതിൻ്റെ മറ്റേ സൈഡ്. നമ്മൾ അതുവഴിയാണ് വന്നത്. ഇതിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമെന്ന് പറഞ്ഞാൽ അടിപൊളി. കുറേ ദിവസം ഇങ്ങനെ ഒരു നടന്നിട്ട് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കണ്ടൊരു ചെറിയ ഡെക്കറേഷനാണ്. ഈ ഷോപ്പിൻ്റെ ഡെക്കറേഷനാണോ എന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പം കേട്ടോ. കാര്യം ഓരോടത്തും 55, 56, 54, 52 അങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് 50th സ്ട്രീറ്റിലാണ്. അപ്പോൾ അത് ഒരുപാടുമില്ല, ക്ലീൻ ആയിട്ട് ചെല്ലുക, 50th സ്ട്രീറ്റിൽ നിന്ന് റൈറ്റ് എടുക്കുക. ഇനി കുറച്ച് ദൂരം ഇവിടെ ഉള്ളൂ കേട്ടോ.
അങ്ങനെ വല്ല വഴിക്ക് ഒരു ജ്യൂസ് മേടിച്ചിട്ടുണ്ട്. പല ജ്യൂസുകളാണ് ഇരിക്കുന്നത്. $8 ഒരു ജ്യൂസിന്. $8 കൊടുത്തൊരു ജ്യൂസിന് എനിക്ക് അൺലിമിറ്റഡ് ജ്യൂസ് കുടിക്കാം. റീഫിലുണ്ട്. അങ്ങനെ കഴിച്ച് നമ്മൾ റോക്ക് ഫെല്ലർ എത്തിയിട്ടുണ്ട്. ഇത് അവിടെ കുറച്ച് രസകരമായ സ്കൾപ്ചേഴ്സ് കാണാം. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെറിയ ബിൽഡിങ്ങാണ് റോക്ക് ഫെല്ലർ. ഇത്രയും ചെറിയ ബിൽഡിംഗ് എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഇന്നലെ കയറിയ വൺ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇതൊരു ചെറിയ ബിൽഡിംഗ് ആയിട്ട് തോന്നുന്നത്. അല്ലാതെ ആക്ച്വലി കണ്ടോ വലിയ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ടോപ്പിൽ നിന്നും വ്യൂ ആണ്, സിറ്റി വ്യൂ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ അമേരിക്കയിലെ തന്നെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഇവിടെ കാശ് കളഞ്ഞ് ഇതിൻ്റെ മുകളിൽ പോയി വ്യൂ കാണാൻ കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇനി വേറൊരു സാധനം അവിടെ ChatGPT റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ്. ഇതാണ് റോക്ക് ഫെല്ലറിൻ്റെ സൈഡിലുള്ള ബിൽഡിംഗ്. ഇതാണ് അതിൻ്റെ സൈഡിൻ്റെ ഇവിടെ ഒരു ചെറിയ ഒരു ഈട്രിയും പരിപാടിയും ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൈനും. നമുക്ക് ആ വാട്ടർ ഫൗണ്ടൈൻ്റെ അവിടെ പോയി ഒരു ഫോട്ടോ എടുത്താലോ? ഇതാണ് സെൻറ്റ് പാട്രിക് കത്തീഡ്രൽ. ഹെവി സാധനം കേട്ടോ. എൻ്റെ അമ്മ ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്ക് കുറച്ച് അടുത്തോട്ട് പോവാം. ഇത് ഭയങ്കര ബിൽഡിംഗ് ആണല്ലോ. അറിയും പൊക്കച്ച വെള്ളമാണ്. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കല്യാണ സ്പോട്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഹോളിവുഡിൻ്റെ ഗുരുവായൂരാണിത്. കുറച്ച് ഫോട്ടോ എടുക്കാം. ഇല്ല പള്ളിക്കകത്ത് കയറി. നല്ല വൈബാട്ടോ ഇവിടെ. അടിപൊളി പള്ളി. എടാ നൈസ് അല്ലടാ, നൈസ് പള്ളി. ഈ വോട്ട് എന്ന് വെച്ചാൽ എന്താ? ഇത് മെഴുകുതിരിയാണോ? ഇത് $3 കൊടുത്ത് ഒരെണ്ണം കത്തിച്ചു നോക്കാം അല്ലേ? ഓക്കെ. ഇവിടെ ഒരു മദർ മേരിയുടെ സ്റ്റാച്യു ഉണ്ട്. എന്നാൽ ഈ പള്ളി അവസാനിക്കുകയാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഒരു വയലിൻ കലാകാരനെ കണ്ടു. പള്ളി നന്നായിട്ട് വായിക്കുന്നുണ്ട്, നന്നായിട്ട് വായിക്കണം. ഒരു ചെറിയ ലിമോസിൻ കിടപ്പുണ്ട്. റേഞ്ച് റോവർ. എൻ്റെ അമ്മി എന്ത് നീളമല്ലേ ഭണ്ഡാരത്തിന്. ചെറുതായിട്ട് മഴ തുരി തുടങ്ങി ഗൈസ്. എന്തായാലും ഞങ്ങൾ ഇപ്പോൾ മറ്റേ ഒരു സ്റ്റേഷനിലോട്ടാണ് പോണേ. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മഴ നനയില്ലെന്നാണ് തോന്നണേ. നോക്കട്ടോ. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ കറങ്ങി ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ കാണാൻ വന്നാണേ. പക്ഷേ ഇതാണ് അത് കാണേണ്ടത്. പക്ഷെ അതല്ല ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് ആരോടെങ്കിലും ചോദിക്കുകയോ കണ്ടുപിടിച്ച് നോക്കാം. നോക്കട്ടെ. അങ്ങനെ കഴിച്ച് നമ്മൾ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ എത്തിയിട്ടുണ്ട്. സെയിൽസ് ഫോഴ്സിൻ്റെ ഓഫീസ് ഉണ്ടോ? അതെ, ആ കാണുന്നതാണ് ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ. നമ്മൾ അങ്ങോട്ട് പോവുകയാണേ. ഇവിടെയാണോ അവഞ്ചേഴ്സിൻ്റെ ഷൂട്ടിംഗ് നടന്നത്? യെസ്. എവിടെയാണ്? ആ ബ്രിഡ്ജിലാണ് അവഞ്ചേഴ്സിൻ്റെ ഷൂട്ടിംഗ് നടന്നതാണ് അർജുൻ പറയുന്നത്. മുഴുവൻ അവർ CGI ചെയ്തു അല്ലേ? അവഞ്ചേഴ്സ് ന്യൂയോർക്ക് ബാറ്റിൽ ഗ്രൗണ്ട് ആയിരുന്നു. ഓക്കെ. അവഞ്ചേഴ്സ് ന്യൂയോർക്ക് ബാറ്റിൽ ഗ്രൗണ്ട് ആയിരുന്നു. അല്ല, ബാറ്റിൽ ഗ്രൗണ്ടിലെ ശരിക്കും ബാറ്റിൽ ഗ്രൗണ്ടിലായിരുന്നു. അവർ ഇതിനെയാണ് ഫുള്ളായിട്ട് പണിഞ്ഞ് സെറ്റപ്പ് ആക്കിയത്. അടിപൊളിയാണല്ലോ അത്. ഇതൊരു യൂറോപ്യൻ ലുക്ക് അല്ലേ? റോമൻ ബിൽഡാണ്. ഓക്കെ. അത് കൊള്ളാമല്ലോ പരിപാടി. ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ. ഹിന്ദി
കുറച്ച് ഹിന്ദി ഇപ്പോൾ കേട്ടായിരുന്നോ നിങ്ങൾ? ഹിന്ദിയുടെ ആ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഹിന്ദി കേട്ടായിരുന്നു. ഹിന്ദിയൊക്കെ സർവ്വസാധാരണ. ഇവിടത്തുള്ള അമ്മമാർ പേര് ഹിന്ദി പറഞ്ഞോളെ. ഇവിടെ ഉള്ളവർ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ശുക്രിയ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. നമ്മളിതിൻ്റെ അകത്ത് കയറുമല്ലേടാ? ആദ്യം ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിൻ്റെ ഓക്കെ ഇതിൻ്റെ അകത്തുനിന്ന് കയറിയിട്ട് തിരിച്ചു വരാമേ. സോ ഇങ്ങനെ നമ്മൾ ന്യൂയോർക്കിൽ തന്നെ മോസ്റ്റ് ഐക്കോണിക് ആയിട്ടുള്ള ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിൻ്റെ അകത്തോട്ട് കയറുകയാണ് ഗൈസ്. ഭയങ്കര ഫേമസ് ആണ്. ഒട്ടനവധി സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഭയങ്കര തിരക്കാണല്ലോ. നീ മാത്രം അവഞ്ചേഴ്സ് കാണാതുള്ളൂ, ബാക്കി നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം പറഞ്ഞാൽ അറിയണമല്ലോ. എന്നെ നാറ്റിക്കുക വേറെന്ത്. എന്തൊക്കെ വൻ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഹോഗ്വാർട്സിന്റെ പരിപാടിയാണ് നടക്കുന്നത്. ദിസ് ഇസ് ഹാരി പോട്ടർ. ഓക്കെ, ഇത് ഹാരി പോട്ടർ സംഭവമാണ് ഈ നടക്കണത്. അതും പറഞ്ഞു, അതും അതും നാട്ടുകാർക്കൊക്കെ അറിയാം, നിനക്ക് മാത്രമല്ല. അതെ അതെ അതെ. ഞാൻ ഈ അത് ഇംഗ്ലീഷ് എങ്ങനെ ഫോളോ ചെയ്യാത്തതുകൊണ്ട്, ഞാൻ ഇംഗ്ലീഷ് അടിച്ചിട്ട് അകലത്തിലായതുകൊണ്ട് ഇത് ഹോഗ്വാർട്സിന് എന്തോ എക്സിബിഷനോ സെമിനാർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. അവിടെ ഒരു ബാറും ഉണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹോഗ്വാർട്സ്. One of the most iconic places in the United States of America. ഇതൊരു ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്ന വഴിയാണ്. ഈ എത്ര രസം നോക്കി, അടിപൊളിയായിട്ട്. അല്ല, ഈ വന്നതിൻ്റെ പേര് ഒരു ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. അളിയനെ കൊണ്ട് ഞാൻ ഫുഡ് മേടിപ്പിച്ചു. ഇതാണ് ഇവിടുത്തെ ഷേക്ക് ഷാക്ക്. ഇവിടെ ഭയങ്കര നല്ല ഷേക്ക് കിട്ടുന്നത്. എന്നാൽ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഞാനത് അങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ക്ലാസിക് ഷേക്ക് ഓർഡർ ചെയ്യാമെന്നാണ്. ഓക്കെ, സ്ട്രോബെറി ഒരുപാടുണ്ട്. ഓ യാ മാൻ, ചോക്ലേറ്റ്, സ്ട്രോബെറി, ചോക്ലേറ്റ്, സോൾട്ട്, കാരമൽ ഷേക്ക്. അടുത്തടിച്ച് നോക്കില്ല, എല്ലാം നോക്കിയിട്ട് തിരിച്ചു തരാം. ക്രീം, ഓക്കെ, വാനില ചോക്ലേറ്റ് ഷേക്ക്. ഓക്കെ, നെക്സ്റ്റ് മറ്റേലോട്ട് തന്നെ പോകാം. അല്ല, മറ്റേ തന്നെ എടുക്കാം അല്ലേ. സ്ട്രോബെറി, ചോക്ലേറ്റ്, സോൾട്ട്, കാരമൽ ഷേക്ക്. അടിക്കാൻ കൊടുക്കാം. രണ്ട് വേണോ? വേണ്ട, ഒന്ന് മതി. അളിയൻ എന്നെ വെറുത്ത് തള്ളമാണ്. ഇതോടെ മിക്കവാറും ഇവ ഇനി എന്നെ യാത്ര കൊണ്ടോ അവസാനിപ്പിക്കുന്നു. എനിക്ക് പ്രൈസ് ഒന്നും വേണ്ട. ഒന്നും ഇല്ലടാ. ചെക്കൗട്ട് $8 വേറെ 640 രൂപ. പൈസയാണ് കൊടുക്കുക. ശരി, ഇനി ബാക്കി ഷേക്ക്. അളിയൻ ഭയങ്കരമായ ഡയറ്റിലാണ്. സാധനം കണ്ടോ? ഡയറ്റിലുള്ള അളിയൻ. എടാ ദേണ്ടടാ, അവിടെ ഒരു ഇതാണ്ടടാ, അവിടെ ഒരു ഉണ്ടല്ലേ കയറി അവിടെ ഒരു കസേര. ഇവിടെ ആണെങ്കിൽ ഇരിക്കാലോ. ഞങ്ങളിതൊന്ന് കുടിച്ചോട്ടെ. കിടു സാധനം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡൈനിങ് കൺകോഴ്സിൽ നിന്ന് മെയിൻ കൺകോഴ്സിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ നിന്ന സ്ഥലം തന്നെയാണ് മെയിൻ കൺകോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഒരു വിസ്പറിംഗ് ഗാലറി എന്ന് പറയുന്ന സംഭവമാണ്. ഇവിടെയാണല്ലോ നമ്മൾ വന്നത്. അല്ലടാ, അങ്ങോട്ടായിരിക്കും. എലിവേറ്റേഴ്സ് അല്ല, റാമ്പ് എന്നാണ് പറഞ്ഞത്. റാമ്പാണോ? ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ലെഫ്റ്റ്. അപ്പോൾ ഒരു റാമ്പ്, ഇതാണ് റാമ്പ്.
പഴംപറക്കി പോവാം. അപ്പോൾ അവിടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് നല്ല ഇതിൽ കയറി അങ്ങോട്ടാണ് ഓക്കെ, ഞങ്ങളൊന്ന് നടന്നു നോക്കട്ടെ. ഗൈസ്, ഇതാണ് വിസ്പർ ഗാലറി. ഈ സ്ഥലത്തൊന്നും എന്തോ വിസ്പർ ചെയ്യുമ്പോൾ എന്തോ കേൾക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. നോക്കട്ടെ കേട്ടോ. അടിപൊളി 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 അടിയോ അടിപൊളി. അതായത് ഞാൻ ഈ കോർണറിൽ നിന്ന് പറയുന്ന അർജുന് ആ കോർണറിൽ നിന്ന് കേൾക്കാൻ പറ്റും. അത് ഇതിൻ്റെ അകത്തൂടെ കേൾക്കുന്നതാണ്. ഇവിടെ സ്പീക്കറോ മൈക്കോ എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നു. ഇവിടെയാണ് ഇവിടെ ഈ ഹാരി പോട്ടറിൻ്റെ പരിപാടി കണ്ടത് കേട്ടോ. ഇന്നും കൂടെ ഇവിടെ എന്തോ പരിപാടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗെയിംസും പരിപാടികളുമായിട്ടൊക്കെയുള്ള ഒരു സംഭവം. ഗൈസ്, ഇതാണ് ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പുസ്തകങ്ങളുമായിട്ട് വളരെ വിദൂരതയിലായതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. നമ്മൾ കുറച്ച് മുന്നോട്ട് പോവുകയാണ്. അതല്ലാതെ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു, ഇന്ന് ഓപ്പണോ അല്ലെന്ന് തോന്നുന്നു. ഞങ്ങളെന്തായാലും മുന്നോട്ട് പോവുകയാണേ. ഞങ്ങളിത് മോസ്റ്റ് ഐക്കോണിക് എംപയർ ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്. പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം അകത്ത് കയറുന്നില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി മറ്റേതിൻ്റെ മുകളിൽ കയറിയതുകൊണ്ട് അകത്ത് കയറുന്നില്ല. ഇതാണ് സാധനം, ദ മോസ്റ്റ് ഐക്കോണിക് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്. ഇതെന്താണെന്ന് മനസ്സിലായില്ല. നമ്മൾ ഹൈ ലൈൻ എന്ന് പറയുന്നൊരു പാർക്ക് വന്നതാണ്. അത് ഇതിൻ്റെ മേളിലാണ് കേട്ടോ, ഹൈ ലൈനാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി ഇതിൻ്റെ മേളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഹൈ ലൈൻ പാർക്ക് എന്നപ്പോൾ ആദ്യം കണ്ടതാണ്. ഇത് റോഡിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമല്ലേ? ഒരു ഫോട്ടോ കൊണ്ട് പിടിപ്പിക്കട്ടെ. ബ്ലൂംബെർഗ് ബിൽഡിംഗ് എന്ന് പറയുന്നൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. വല്ലാത്തൊരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആർക്കിടെക്ചർ. എനിക്ക് തോന്നേ എടാ ഇതിൻ്റെ അകത്ത് വേറൊരു രസകരമായ സാധനമുണ്ട്. ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. അതിൻ്റെ അകത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതുണ്ട് ഇതിൻ്റെ അകത്ത് വിസിറ്റ് ചെയ്യേ. അങ്ങനെ നമ്മൾ അടുത്ത കലാപരിപാടി എത്തിയിട്ടുണ്ട്. വൈകളു ഇതാണ് നമ്മുടെ വെസൽ അല്ലേ? ഇതെന്താണ് സംഭവം? കാരണം അതിൻ്റെ ഇടയിലൊക്കെ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വല്ല ഇത് അതിൻ്റെ ഇടയിൽ കണ്ടോ, അവിടെ ഒരു മോട്ടറും പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ലിഫ്റ്റ് വല്ലതും ആയിരിക്കും അല്ലേ? ഈ രണ്ട് ബിൽഡിങ്ങും വെറൈറ്റിയാണ് കേട്ടോ. ഈ എൻ്റയർ സാധനം ഈ പുറം ബോഡി ഇവർക്ക് മൂവ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഹെവി എത്രയോ മില്യൺ പൗണ്ട് ഉള്ളതിനെ അവർ 180 ഹോഴ്സ് പവർ ഉള്ളൊരു മോട്ടർ വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന്. ഇതൊരു ഒന്നാന്തരം ബിൽഡിംഗ് അല്ലേ? ഇത് ഭയങ്കര കോപ്പറിഷ്, ഭയങ്കര മെറ്റാലിക് കോപ്പർ കളറാണ്. ഇതിൽ കിട്ടുന്നില്ല, പക്ഷെ സംഗതി ഉഷാറാണ്. ഇതിവിടെ കളി നടക്കാണ്, ടെന്നീസ് നടക്കാണ്. കണ്ടോ ഇവിടെ ആൾക്കാർ കസേരയൊക്കെ എടുത്തിട്ട് കാട്ട വൈബിലെടുത്ത് ആൾക്കാർ കളി കാണാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പ്രധാന സ്ഥലങ്ങൾ കാണുക എന്നതിൻ്റെ അവസാന ഭാഗത്തിലാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ബ്രയൻ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൽ പോവുകയാണ്. ബ്രയൻ പാർക്കിൽ പോയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് നമുക്ക് ടൈം സ്ക്വയറിലോട്ട് തിരിച്ചു വരണം. ടൈം സ്ക്വയറിൽ നമ്മൾ 8 മണിക്ക് അല്ലേ, 8 മണിക്ക് നമ്മളൊരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് എടുത്തിട്ടുണ്ട്. അത് ബേസിക്കലി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട് ഈ ഡബിൾ ഡെക്കർ ബസ് എന്ന് പറയുന്ന സാധനം പോലെ ഒരു ബസ്സിൽ മേളിൽ ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിൽ ഞങ്ങൾ രണ്ടുപേരും ഈ സിറ്റിയിലെ ഐക്കോണിക്കായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലൂടെയും ട്രാവൽ ചെയ്ത് പോകും. അപ്പോൾ അത് നൈറ്റാണ്, അതാണ് അതിൻ്റെ ചാം. അപ്പോൾ അത് ഭയങ്കര രസമായിരിക്കും. ആ രാത്രി ഇരുട്ടത്ത് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ലൈറ്റിൽ ഇങ്ങനെ കണ്ട് നമ്മളെല്ലാം കണ്ട സ്ഥലങ്ങളാണ്. പക്ഷേ സിറ്റിയിലൂടെ ബസ്സിൽ ഒരു റൈഡുണ്ട്. അപ്പോൾ അതിന് ഞാൻ എക്സൈറ്റഡ് ആണ്. അളിയൻ ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ് രാത്രി. മറ്റേത് പകലാണ് ചെയ്തത്. ശരി ഓക്കെ. അപ്പോൾ അങ്ങോട്ട് ബ്രയൻ പാർക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ബ്രയൻ പാർക്കിൽ പോകുമായിരുന്നു. അപ്പോഴാണ് അർജുൻ പറഞ്ഞത് ഈ 7-Eleven എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇതേ അവിടെ. അപ്പോൾ അത് US വന്നാൽ എന്ത് സാധനവും ഒട്ടുമിക്കവാറും സാധനങ്ങളും വാങ്ങാൻ പറ്റുന്ന ഒരു കടയാണ്. അപ്പോൾ US വന്ന സ്ഥിതിക്ക് അതും കൂടെ ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് 7-Eleven ഉള്ളതാണത്. അവിടെയാണ് 7-Eleven. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കണം എന്താണ് 7-Eleven നോക്കിയിട്ട് പറയാൻ കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചത്ര വലുതല്ല കേസിൽ. വളരെ കുഞ്ഞ് ഒരു സ്പേസ് ആയിപ്പോയി. കുറേ ഒട്ടുമിക്കവാറും കഴിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇന്നിനി കഴിക്കുന്ന കാര്യം അർജുനോട് പറയാൻ പോലും പറ്റില്ല. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വെറുതെ ഇറങ്ങും. ഈ ബ്രയൻ പാർക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മാഡം ടുസാറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം എഴുതിയിരിക്കുന്നുണ്ട്.
അത് ബേസിക്കലി വാക്സ് മ്യൂസിയം ആണ്. അത് ഭയങ്കര വലിയ വാക്സ് മ്യൂസിയം എന്നാണ് അളിയൻ പറയുന്നത്. അപ്പോൾ അതിൽ കയറണോ വേണ്ടിയോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ കയറിയിട്ട് എന്താണ് അതിൻ്റെ റേറ്റ് എന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കുറച്ച് മാനേജബിൾ ആണെങ്കിൽ താങ്ങുമെങ്കിൽ ഒന്ന് കയറാമെന്നുള്ളതാണ് പ്ലാൻ. കയറണേ കാണിക്കാം. വരുമ്പോൾ തന്നെ നമ്മുടെ റോക്കിനെ കണ്ടാണ് തുടങ്ങുന്നത്. ആശന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ടിക്കറ്റ് എത്രയാണ് വേണ്ട $43 താങ്ങില്ല. മേ ബി നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത വർഷം പിടിക്കാൻ കളിയാം. ഞങ്ങൾ മ്യൂസിയം സ്കിപ്പ് ചെയ്ത് ഇറങ്ങി. ഇതാണ് ബ്രോഡ്വേ അല്ലേ? ബ്രോഡ്വേ ടിക്കറ്റ് വെക്കണോ? ബ്രോഡ്വേ ഇവിടെ എന്താ ഉള്ളത്? ഷോ. ഓക്കെ, നമുക്ക് ബ്രയൻ പാർക്കിൽ പോവാളിയാ. നിനക്കതെല്ലാം കാണണമെന്നുണ്ടോ? എനിക്കങ്ങനെ കാണണമെന്നില്ല, പക്ഷെ ഞാൻ ബ്രോഡ്വേ കാണണമെന്നുണ്ട് എനിക്ക്. എന്താണ് ഇവിടെ? അതെല്ലാരെയും അത് ഇത് ചെയ്യുമോ എന്ന് പറഞ്ഞൂടാ. ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ ഹാരി പോട്ടർ ആൻഡ് കഴ്സ്ഡ് ചൈൽഡ് ഉണ്ടല്ലോ, അതൊരു ബ്രോഡ്വേ ഷോ പോലെ നാടകം തന്നെയാണ് അത്. അത് അടിപൊളിയായിരുന്നു. അതായത് സിനിമയിൽ നമ്മൾ എന്തൊക്കെ എഫക്ട്സ് കാണണോ അത് അവന്മാർ ആ സ്റ്റേജിലുണ്ടാക്കി. ഇത് ബേസിക്കലി നാടകമാണ്. നാടകം പക്ഷെ അടിപൊളിയാണത്. മനസ്സിലായി. സംഭവം അടിപൊളിയാണ്, എന്റർടൈനിങ് ആണ്. പക്ഷേ കോസ്റ്റ് ആണ് ചിലപ്പോൾ ചിരിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഈ വർഷത്തെ ബജറ്റ് യാത്ര ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്ന് 23,000 സ്റ്റെപ്സ് എടുത്ത് ഞങ്ങൾ ബ്രയൻ പാർക്കിലെത്തി ഗൈസ്. ഇതാണ് നമ്മൾ ബ്രയൻ പാർക്ക്. നൈസ് വൈബാണ് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ആദ്യം കുറച്ച് നേരം കുത്തിയിരിക്കട്ടെ, ഒന്ന് ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി എല്ലാ പരിപാടികളിലോട്ടും കിടക്കാം. ഇത് ഈ ബ്രയൻ പാർക്കിൽ ഇവിടെ ടേബിൾ ടെന്നീസ്, ഇവിടെ ചെസ്സ്, ഇവിടെ റീഡിങ് റൂം, എല്ലാത്തിനുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ പ്രകൃതിയായിട്ട് ചെസ്സ് കളി നടക്കുകയാണ്. ഭയങ്കരമായിട്ട് ചെസ്സ് കളി. ഇവിടെ പറയപ്പെടുന്നു പുസ്തകം വായിക്കുന്നു, ഇവിടെ വീണ്ടും ചെസ്സ് കളി. നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കളിക്കാവുന്ന ഇവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് നമ്മളെപ്പോലെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കാറ്റ് കൊള്ളുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രയൻ പാർക്ക് ഏതാണ്ട് നടന്ന് കണ്ടു കഴിഞ്ഞു കേട്ടോ. ഒരു ഫുൾ റൗണ്ട് കടന്നു. നല്ലൊരു പാർക്കാണ്, കുഞ്ഞു പാർക്ക്, പക്ഷേ വെരി ബ്യൂട്ടിഫുൾ. കുറേ സംഭവങ്ങളുണ്ട്, നല്ല തിരക്കുണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഉള്ളൊരു പാർക്കാണ്. നല്ല രസമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളോട്ട് പോകും. അവിടെ ഞങ്ങളൊരു ചീസ് കേക്ക് കഴിക്കാനായിട്ട് പോവാണ്. ന്യൂയോർക്കിൽ വന്നിട്ട് ചീസ് കേക്ക് കഴിച്ചില്ലെങ്കിൽ ഇന്നലെ ഒന്ന് കഴിച്ചു, ഇന്ന് രണ്ടാമത്തെ. അവിടെ എന്തോ ഒരു ഇവിടെ പരിപാടി. ഇത് ടൈം സ്ക്വയർ ആണോടാ? ടൈം സ്ക്വയർ അല്ല, അപ്പുറത്തോ അങ്ങോട്ടാണല്ലേ? ഓക്കെ. ഇവിടെ എന്തോ വലിയ പരിപാടി കിടക്കുന്നുണ്ട്. അവിടെ ഒരു കുഞ്ഞ് പോലീസിൻ്റെ ജീപ്പ് കിടപ്പുണ്ട്. എന്തായാലും സാധനം കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് പോയി ചീസ് കേക്ക് കഴിച്ചിട്ട് വന്ന് നോക്കാം എന്താ പരിപാടി. ഇതാണ് ജൂനിയേഴ്സ് ബേക്കറി. ഇവിടെ നല്ല ഒന്നാം തരം ചീസ് കേക്ക് കിട്ടുമെന്നാണ് നമ്മുടെ അറിവ്. നമ്മൾ അകത്തോട്ട് കയറി നോക്കട്ടെ. എൻ്റെ മോനെ, ഇത് കണ്ടോ? $20 2 ചീസ് കേക്ക് കഴിക്കാൻ പോണ മഹാഭാവി. $20? ഇന്നലെ $10. ഓക്കെ. ഇന്നലെ നമ്മൾ ഇന്ന് കൂട്ടാൻ പാടില്ല. ഇതാണ് സ്ട്രോബെറി ചീസ് കേക്ക്. എൻ്റെ മോനെ, കണ്ടോ? സ്ട്രോബെറി ജാമാണ് ഇത്. സ്ട്രോബെറി ഉണ്ടോടാ? എനിക്ക് സ്ട്രോബെറി ഒന്നും വേണ്ട. ഇത് ഈ സാധനം ഇങ്ങനെ എടുത്ത് ഭയങ്കര ജാമി. അറിയാം. അളിയ ഒന്നുകൂടെ മേടിച്ചാലോ നല്ലത്. അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ടൈം സ്ക്വയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർപ്പിൻ്റെ സമയം കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇതിൽ കയറുക എന്നുള്ളതാണ്. അതിൻ്റെ ടിക്കറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബസ് നമുക്ക് 8 മണിക്കാണ് ടിക്കറ്റ് കയറുക എന്നുള്ളതാണ് പരിപാടി. അങ്ങനെ ഗൈസ്, ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ഇതാണ് നമ്മുടെ ബസ്. ഇതിലാണ് നമ്മൾ കയറേണ്ടത്. പക്ഷേ നമ്മുടെ അടുത്ത ബസ്സിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇത് ക്യൂ നിന്ന് നടു ഓടിഞ്ഞു കേട്ടോ. കാരണം ഇത് ക്യൂ അങ്ങ് അറ്റത്തുനിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങ് വന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഒരു ഹൊറിബിൾ ക്യൂ ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അടുത്തൊരു 10 മിനിറ്റ് കയറാൻ പറ്റുന്നതോടും കയറി കഴിഞ്ഞാൽ പൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത്. ഒടുവിൽ സംഭവിക്കാൻ ഗൈസ്. എൻ്റെ അമ്മ, എത്ര മണിക്കൂർ കാത്തിരുന്നല്ലോ? 1.5 മണിക്കൂർ കാത്തിരിപ്പ്. ഇപ്പോഴാണ് സംഭവം ശരിയായത്. എന്തായാലും കിട്ടിയപ്പോൾ നല്ല ബസ് തന്നെ കിട്ടിയെന്ന് തോന്നണോ? എന്ന് വെച്ചാൽ നമുക്ക് ഏതാണ്ട് സെൻട്രലായിട്ടൊരു സീറ്റ് കിട്ടിയാൽ നല്ലതായിരുന്നു. ഹെഡ്ഫോൺസോ?
ഒരു ഹെഡ്ഫോൺ തന്നിട്ടുണ്ട്. ഹെഡ്ഫോൺസ് എടുത്തു. ഹെഡ്ഫോൺസ് പൊട്ടിക്കുകയും ചെയ്തു. ഓക്കെ, ഈ സിറ്റി മുഴുവൻ ചവറാണ് ഗൈസ്. നമ്മളായിട്ട് എന്തായാലും കൂടുതൽ ചവറിടുന്നില്ല. എൻ്റെ ഹെഡ്ഫോണിൻ്റെ കവർ ഞാൻ എൻ്റെ പോക്കറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓ, ഇവിടെ ചവറിടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. സെൻറ്ററിൽ പൊക്കോ. അടിപൊളി. യെസ്, നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. റൈറ്റ് ആണോ? ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ. ഇനി ഇത്രയും പേര് ഇതിനുവേണ്ടി ക്യൂ നിൽക്കുക. ഓ, ഹൊറിബിളാണ് കേട്ടോ ഇത്. ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു. നമ്പേഴ്സിന് കാര്യമില്ല, കാരണം ഇത് ഭയങ്കര നമ്പേഴ്സാണ്. ടൈംസ് സ്ക്വയറിൻ്റെ ഓരോ സ്ക്രീൻസ് ഒരു രക്ഷയില്ലല്ലേ. ആക്ച്വലി ഇതൊരു നല്ല ടൂറാണ്. എന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ഐക്കോണിക് സ്ഥലങ്ങളിലൂടെയും ഈ ബസ് ഈ രാത്രിയിൽ കടന്നു പോകും. അപ്പോൾ ഈ ന്യൂയോർക്കിൻ്റെ ഈ നൈറ്റ് ഒരു എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഈ കണ്ടത് തന്നെയായിരിക്കും പലതും. അപ്പോൾ അതിലേക്ക് അതൊക്കെ ദൂരേന്ന് ഒരു നൈറ്റ് വ്യൂ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രസമായിരിക്കുന്നതാണ്. വണ്ടി എടുത്ത് കഴിച്ചു. ഇത്രയും പേര് ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല. ഇത്രയും പേര് ഇവിടെ താഴെ നിർത്തിയിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. അയ്യോ, ഇതൊരു സംഭവം വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ റിക്ഷക്കാരൻ ചേട്ടൻ. This is Times Square for you. അടുത്തടുത്ത സ്ഥലങ്ങളെത്തുമ്പോൾ കാണിക്കാം. ഇത് നമ്മുടെ റോക്ക്ഫെല്ലർ സെൻറ്ററിൻ്റെ ഒരു ചെറിയ പരസ്യമാണ് കേട്ടോ. സീ യു അറ്റ് ദ ടോപ്പ് ഓഫ് ദ റോക്ക്. നമ്മളവിടെ പോയിരുന്നു, പക്ഷെ മോളിൽ കയറിയില്ല. ബ്രയൻ പാർക്ക് നമ്മൾ നേരത്തെ വന്ന സ്ഥലം തന്നെയാണ്, പക്ഷെ വൈകുന്നേരം ലുക്കായിപ്പോയി കേട്ടോ. വൈകുന്നേരം വൈബേ മാറി. ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറി ആണേ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്പൈഡർമാനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
എന്തോ ലാൻഡ്മാർക്കായിട്ടൊക്കെ പ്രഖ്യാപിച്ച് റിസർവ് ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. മാഡിസൺ സ്ക്വയർ പാർക്ക്. ന്യൂ സ്കൂൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ഗ്രാഫിക് ഡിസൈൻ പ്രോഗ്രാം ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മളിനി സോഹോ സ്ട്രീറ്റിലോട്ട് പോവുകയാണ്. സോഹോ എന്ന് പറഞ്ഞാൽ സൗത്ത് ഹ്യൂസ്റ്റൺ എന്ന അർത്ഥം. ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെയൊക്കെ വിൻഡോസ് ഉണ്ട്, എല്ലാം ഭയങ്കര വലുതാണ്. ഇനി അങ്ങോട്ട് പോകുന്നത് ഇവിടുത്തെ ചൈന ടൗൺ എന്ന് പറയുന്ന റീജിയനാണ്. അത് ഭയങ്കര നമ്മുടെ അതായത് ഏഷ്യയിൽ ചൈന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചൈനീസ് ആൾക്കാരുള്ള സ്ഥലമാണ്. അത് കണ്ടോ, ചൈനീസിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ഇതാണ് ചൈന ടൗൺ. ഇവിടെ ഒരുപാട് ബിസിനസ്സസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഒരു ലിറ്റിൽ ഇറ്റലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വന്ന ആൾക്കാർ വന്ന് കുടിയേറി പാർത്ത അങ്ങനെ സ്ഥലത്തിന് പേര് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല തിരക്കുണ്ട്, പക്ഷേ സംഗതി കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രസമാണ്. ഇതേ അങ്ങോട്ടാണ് ലിറ്റിൽ ഇറ്റലി. ഇതെന്തോ ഇറ്റാലിയൻ ഭാഷയാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നല്ല രസമല്ലേ, ചൈന ടൗണിൻ്റെ ആണ്. മാൻഹാട്ടൻ ബ്രിഡ്ജ്. മാൻഹാട്ടൻ ബ്രിഡ്ജ് ഇസ് കമ്മിങ്. അടിപൊളിയാണെന്നാണ് പറയുന്നത്. ക്യാമറ ഇറുക്കി പിടിച്ചോളാനും പറയുന്നുണ്ട്, കാരണം വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അത് എടുത്തു തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്താ ഇത്? Beautiful.
അയ്യോ കണ്ടിട്ട് മതിയാവുന്നില്ല. എന്ത് രസം നോക്കി. മിസ്റ്റർ ആൻഡ് മിസ്സസ് മാൻഹാട്ടൻ ട്രോഫി സ്റ്റാച്യു മാർബിളാണ്. അതിൻ്റെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ റെപ്ലിക്കയാണെന്നാണ് പറയുന്നത്. അത് കറങ്ങുന്നുണ്ട്. എന്ത് രസമല്ലേ. ആ വാട്ടർ ടാങ്ക് ഉണ്ടോ? ഒരു വെറൈറ്റി വാട്ടർ ടാങ്കാണ്. എൻ്റെ മോനെ. എടാ അത് ബ്രൂക്ലിൻ ആണോ? ബ്രൂക്ലിൻ ബ്രിഡ്ജ് അല്ലേ? യാ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഓ ഈ സ്ട്രീറ്റിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ബാർസും ഉണ്ടെന്നാണ് പറയുന്നത്. ശരിയാണ് കേട്ടോ. ഒട്ടനവധി ഈട്രീസ് ഉണ്ട് ഇവിടെ. ഇത് മറ്റേ ഹോപ്പ് ഓൺ ബസ്സാണ്. പെപ്സി കോള. ഇവിടെ എവിടെയുമാണ് UN ബിൽഡിംഗ് എന്ന് പറയുന്നു. നോക്കട്ടെ.
195 ഫ്ലാഗ്സ് പുറത്ത് വെച്ചിട്ടുണ്ടെന്നാ പറയണേ. നോക്കട്ടെ, കാണുകയാണെങ്കിൽ കാണിച്ചു തരാം. നമ്മുടെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ നമ്മൾ നേരത്തെ വന്നില്ലേ, ഉച്ചയ്ക്ക് വന്നില്ലേ? തിരിച്ചെത്താറായി വരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് നമ്മൾ ഏതാണ്ട് ടൈം സ്ക്വയർ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്കൊന്ന് ഇവിടെ വല്ല ഇറക്കി വിടുമായിരിക്കും. എന്തായാലും സംഗതി ഉഷാർ പരിപാടിയായിരുന്നു. കുറച്ച് വെയിറ്റ് ചെയ്താണ് കയറിയെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതോ വലിയ ആൾക്കാരാണ്, പാട്ടിൻ്റെ എന്തോ വലിയ ആൾക്കാരാണ്. എന്തോ അവരെ കാണാനായിട്ട് ഇവിടെ മുടിഞ്ഞ തിരക്കും പരിപാടിയൊക്കെയാണ് കേട്ടോ. ആരാണെന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനെ കേസ് നമ്മുടെ ഫുൾ പരിപാടി കഴിഞ്ഞു. 10:30 മണിയായി. 28,000 സ്റ്റെപ്സ് ആണ് ഞാൻ ഇന്ന് എടുത്തത്. എന്റെ ദൈവമേ, ഭ്രാന്ത് പിടിച്ച് നടന്നത് കേട്ടോ. എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ ഇച്ചിരി സ്ലോ ആയിട്ടാണ് എടുത്തത്. എന്നാലും നമ്മൾ 28,000 സ്റ്റെപ്സ് എടുത്തു. 28,000 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കണക്കൂട്ടി നോക്കിക്കോളൂ. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസം ന്യൂയോർക്ക് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളെ രാവിലെ മോൺട്രിയലിൽ പോകും. നാളെ വൈകുന്നേരം തന്നെ ഞാൻ മോൺട്രിയലിൽ നിന്ന് ടൊറന്റോയ്ക്ക് പോകും. എൻ്റെ അമ്മേ, മറ്റന്നാൾ എനിക്ക് കോളേജും ഉണ്ട്, ഓഫീസിൽ പോയി ഓഫീസിൻ്റെ പണിയുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും വഴിയെ നമുക്ക് കാണാം. ബൈ ബൈ.